നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങി കുവൈറ്റ്. സന്ദർശനം ഈ മാസം 21-ന്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഭരണ തലവന്മാരുമായി ചർച്ച നടത്തും. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിച്ച് പാർലമെന്റ്. ഭരണഘടനാ ചർച്ചയ്ക്കിടെ അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം. ഭരണഘടനയെയും അംബേദ്കറെയും പലതവണ അപമാനിച്ചത് കോൺഗ്രസ് എന്ന് അമിത്ഷാ. പ്രസ്താവന വളച്ചൊടിച്ച് കോൺഗ്രസ് നാടകം കളിക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CMRL-നെതിരെ ഗുരുതര കണ്ടെത്തലുമായി SFIO. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയതായി സംശയമെന്നും ഇത് അന്വേഷിക്കുകയാണ് എന്നും SFIO ഡൽഹി ഹൈക്കോടതിയിൽ. എക്സാലോജിക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് CMRL ഉദ്യോഗസ്ഥരുടെ മൊഴി. MR അജിത് കുമാർ DGP പദവിയിലേക്ക്. സ്ഥാനക്കയറ്റ ശുപാർശയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. അന്വേഷണം നേരിടുന്നത് തടസ്സമല്ലെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയെന്ന് ചെന്നിത്തല. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. അധ്യാപകർക്കും ജീവനക്കാർക്കും പങ്കുള്ളതായി അറിവില്ലെന്ന് കോഴിക്കോട് DDE-യുടെ മൊഴി. വീണ്ടും ചോദ്യപേപ്പർ ചോർന്നെന്ന് KSU. യൂട്യൂബ് ചാനൽ രാജ്യദ്രോഹത്തിന് തുല്യമായ വെല്ലുവിളിയാണ് നടത്തിയതെന്നും നടപടിയെടുക്കണമെന്നും മന്ത്രി V. ശിവൻകുട്ടി. കുവൈറ്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ വിപുലമായ ആഘോഷങ്ങൾ ഒരുക്കി കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുവൈറ്റ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിൽ മോദി സന്തോഷം പ്രകടിപ്പിക്കുകയും കുവൈറ്റിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ മാസം 21-ന് എത്തുന്ന അദ്ദേഹം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഭരണ തലവന്മാരുമായി ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി അന്ന് തന്നെ സബ അൽ സലീമിലുള്ള ഷെയ്ഖ് സാദൽ അബ്ദുള്ള അൽ സലീം അൽ സബാഹ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. സൗദിയിൽ വിദേശ വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വ്യക്തികൾക്ക് അനുമതി നൽകി സൗദി സക്കാത്ത് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി. വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് നടപടിക്രമങ്ങൾ അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് പൂർത്തിയാക്കാൻ കഴിയും. ഇറക്കുമതി ചെയ്യുന്നയാൾ ആദ്യം അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. തുടർന്ന് വെബ്സൈറ്റിൽ നിന്ന് വാഹനം ഇറക്കുമതി സേവനം തിരഞ്ഞെടുത്തത് അപേക്ഷ നൽകണം. സൗദിയിൽ എണ്ണ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വരുമാന സ്രോതസ്സായി ടൂറിസം എന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖതീബ് പറഞ്ഞു. റിയാദിൽ ടൂറിസം സംബന്ധിച്ച അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2030 മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ടൂറിസം മേഖലയുടെ സംഭാവന 10% ഉയർത്താനാണ് സൗദി ലക്ഷ്യമിടുന്നത്. 2019 GDP-യിൽ 3% സംഭാവന നൽകി തുടങ്ങിയ വിനോദസഞ്ചാര മേഖല ഇന്ന് 5%-ലെത്തി. അതേസമയം GDP-യിൽ 10% സംഭാവന എന്ന ലക്ഷ്യം കൈവരിക്കാൻ പരിശ്രമിക്കുകയാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ വിമാനങ്ങളുടെ സർവീസിൽ 29.17% വർധനയുണ്ടായതായി കണക്കുകൾ. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സമീപകാല റിപ്പോർട്ടിൽ 2014 മുതൽ 2023 വരെയുള്ള കണക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2020-ലും 2021-ലും വിമാന സർവീസുകളുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞ കോവിഡ് മഹാമാരിയുടെ ഗുരുതരമായ ആഘാതം റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BR അംബേദ്കറെ അപമാനിച്ചെന്ന് ആരോപിച്ച് പാർലമെന്റിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. അംബേദ്കറിന്റെ ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. അതേസമയം അംബേദ്കറെ അപമാനിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ് എന്നും അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വർഷത്തെ മഹത്തായ യാത്ര എന്ന ചർച്ചയ്ക്ക് പാർലമെന്റിൽ മറുപടി പറയുന്നതിനിടയിലാണ് അമിത്ഷായുടെ പരാമർശം.
അംബേദ്കറുടെ പേര് പറയുന്നത് കോൺഗ്രസിന് ഇപ്പോൾ ഫാഷനായിട്ടുണ്ടെന്നും ഇത്രയും തവണ ദൈവനാമം പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകാമായിരുന്നുവെന്നും അമിത്ഷായുടെ പരാമർശത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു. जो मुद्दा यहाँ पर अमित शाह ने उठाकर डिस्कशन में वो लाए थे, उन्होंने ये कहा था कि अंबेडकर का इतना आप लोग उठ के बोलते हो, अगर यही उनका मजाक उड़ाया. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എം പി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ തുടങ്ങിയവരും പങ്കെടുത്തു. അതേസമയം പരാമർശം വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി. ഭരണഘടനയെ അംഗീകരിച്ച് മുന്നോട്ടു പോയ സർക്കാരാണ് BJPയുടേതെന്ന് അമിത്ഷാ പറഞ്ഞു. ഭരണഘടനയെയും അംബേദ്കറെയും അപമാനിക്കുന്നത് കോൺഗ്രസ് ആണ്. സത്യം അസത്യം കൊണ്ട് മൂടി കള്ളപ്രചാരണം നടത്തുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. वो तय हो गया कि कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है, कांग्रेस पार्टी आरक्षण विरोधी पार्टी है, कांग्रेस पार्टी संविधान विरोधी पार्टी है. അംബേദ്കർ വിവാദത്തിൽ കോൺഗ്രസിനെതിരെ തിരിച്ചടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. വർഷങ്ങളായി അംബേദ്കറിനെ അവഹേളിക്കുന്ന സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു. കോൺഗ്രസ് അംബേദ്കറിന്റെ ഭാരതരത്ന നിഷേധിക്കുക മാത്രമല്ല 2 തവണ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയും ചെയ്തുവെന്നും മോദി കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. CMRLനെതിരെ ഗുരുതര ആരോപണവുമായി SFIO. എക്സാലോജിക് കരാറിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ വാദത്തിനിടെയാണ് SFIO ഗുരുതര ആരോപണം ഉയർത്തിയത്. CMRLന്റെ പണം ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും അതിന് ചില തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. CMRL ആർക്കൊക്കെ പണം നൽകിയെന്നത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. 184 കോടിയിലധികം രൂപയുടെ ഇടപാട് നടന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ പണത്തിൽ നിന്ന് ഒരു ഭാഗം ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്കും ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ തന്നെ പണം നൽകിയിട്ടുണ്ടെന്ന് CMRL ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്ന് SFIO കോടതിയെ അറിയിച്ചു. ഈ പണം രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി നൽകാനാണോ എന്നത് കൂടുതൽ അന്വേഷണത്തിലൂടെ വ്യക്തമാകുമെന്നും SFIO അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കാലിത്തീറ്റ കുംഭകോണ കേസിലെ പോലെയാണ് വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയതെന്നും SFIO ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എക്സാലോജിക് CMRL ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും SFIO കോടതിയെ അറിയിച്ചു. ഈ വിവരങ്ങൾ ആവശ്യമെങ്കിൽ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാമെന്നും അഭിഭാഷകൻ അറിയിച്ചു. രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ പണം നൽകിയതെന്ന് അന്വേഷിക്കുന്നുവെന്നും SFIO അറിയിച്ചു. കേസിൽ ഈ മാസം 23-ന് വാദം തുടരും. ന്യൂസ് ഡെസ്ക് അമൃത TV. വിവാദങ്ങൾക്കിടെ ADGP MR അജിത് കുമാർ DGP റാങ്കിലേക്ക്. സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശയ്ക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. UPSC ആണ് വിഷയത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കുക. അനധികൃത സ്വത്ത് സമ്പാദനം, തൃശൂർ പൂരം കലക്കൽ, RSS മേധാവികളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ADGP MR അജിത് കുമാറിന്റെ പദവി DGP റാങ്കിലേക്ക് ഉയരുന്നത്. അടുത്തിടെ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയിരുന്നു. ഈ ശുപാർശയാണ് മന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം നൽകിയത്. ചീഫ് സെക്രട്ടറി, DGP, ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് മേധാവി എന്നിവരടങ്ങിയതാണ് IPS സ്ക്രീനിംഗ് കമ്മിറ്റി. അനധികൃത സ്വത്ത് സമ്പാദന വിഷയങ്ങളടക്കം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് പുറമെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പിലെത്തിയെങ്കിലും അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാവില്ലെന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. നിലവിൽ 3 കേസുകളിലും അജിത് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെങ്കിലും സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ അജിത് കുമാർ നേരിട്ടിട്ടില്ല. അതിനാൽ തന്നെ ADGP അജിത് കുമാറിന് മുന്നിൽ വെല്ലുവിളികൾ ഉണ്ടാവില്ല. UPSC ആണ് വിഷയത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 2 ആഴ്ച കൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ നീക്കത്തിലേക്ക് എത്തിയെന്നതും ശ്രദ്ധേയമാകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് പിന്നിൽ ആരാണ് എന്നത് ഇപ്പോൾ വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. നിരവധി കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനക്കയറ്റം നൽകിയത് അധാർമികമാണ് എന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാറിന് ഈക്വൽ റാങ്ക് കിട്ടുകയാണ്. DGP റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു DGP ലോ ആൻഡ് ഓർഡർ എന്ത് അന്വേഷിക്കാനാണ്? അദ്ദേഹത്തിന്റെ പേരിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആരന്വേഷിക്കാനാണ്?
അപ്പോൾ അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇത് അധാർമികമായ ഒരു നടപടിയാണ്. കേരളത്തിൽ വളരെ വിവാദമുണ്ടാക്കിയ നിരവധി സംഭവങ്ങൾ, തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് RSS നേതാവിനുമായി സംഭാഷണം നടത്തിയത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളും വിജിലൻസ് കേസുകളും നിലനിൽക്കുമ്പോൾ ഈ നടപടി സ്വീകരിച്ചതിന് പിന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടല്ലോ. 10ാം ക്ലാസ് +1 ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. അന്വേഷണത്തിന്റെ ഭാഗമായി കോഴിക്കോട് DDEയുടെ മൊഴി രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർന്നെന്നും സംശയമുണ്ടെന്നും യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ടെന്നും DDE മൊഴി നൽകി. അതേസമയം ഇന്ന് നടന്ന 10ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണവുമായി KSUവും രംഗത്തെത്തി. 40-ൽ 32 മാർക്കിന്റെ ചോദ്യങ്ങൾ MS സൊല്യൂഷൻസിന്റെ പ്രവചിതമാണ് എന്നാണ് KSUവിന്റെ ആരോപണം. 10ാം ക്ലാസ് +1 ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം അന്വേഷണം ആരംഭിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും രേഖകൾ ശേഖരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് DDയുടെ മൊഴി രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർന്നെന്ന് സംശയമുണ്ടെന്നാണ് മൊഴി. യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ടെന്നും മൊഴിയിൽ പറയുന്നു. MS സൊല്യൂഷൻസിൽ ചോദ്യപേപ്പർ എങ്ങനെ എത്തിയെന്നോ ഇതിൽ അധ്യാപകർക്ക് പങ്കുള്ളതായോ അറിയില്ല. വിശദമായ അന്വേഷണം വേണമെന്നും DD മനോജ് കുമാർ C മൊഴിയിൽ പറയുന്നു. അതേസമയം ഇന്ന് നടന്ന 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയിലെ കെമിസ്ട്രി ചോദ്യപേപ്പർ ചോർന്നെന്ന ആരോപണവുമായി KSU രംഗത്തെത്തി. 40-ൽ 32 മാർക്ക് MS സൊല്യൂഷൻസ് പ്രവചിച്ചതാണെന്നാണ് KSUവിന്റെ ആരോപണം. MS സൊല്യൂഷൻസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്കാണ് ചോദ്യങ്ങൾ നൽകിയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ കുട്ടികളിൽ നിന്നും 1500 രൂപയാണ് ഈടാക്കുന്നത്. ചാരിറ്റിക്ക് എന്ന പേരിലാണ് ഈ പണപ്പിരിവ് നടത്തുന്നതെന്നും KSU പറഞ്ഞു. MS സൊല്യൂഷൻസ് കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയുടെ സാധ്യതാ ചോദ്യങ്ങളുമായി യൂട്യൂബ് ലൈവിൽ എത്തിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിനെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. വീണ്ടും പ്രവചനവുമായി ചാനൽ എത്തിയത് രാജ്യദ്രോഹത്തിന് തുല്യമായ വെല്ലുവിളിയാണ്. കലോത്സവങ്ങളിൽ പ്രതിഷേധങ്ങൾ പലതും സംഘടിപ്പിക്കുന്നത് അധ്യാപകരെന്നും പരസ്യ പ്രതിഷേധങ്ങൾ കലോത്സവത്തിന്റെ അന്തസ്സിനെ ബാധിക്കുമെന്നും മന്ത്രി വിമർശിച്ചു. SSLC +1 അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനൽ വീണ്ടും ലൈവ് ക്ലാസുമായി എത്തിയിരുന്നു. ചാനലിന്റെ CEO തന്നെയാണ് കെമിസ്ട്രി ക്ലാസിന്റെ ലൈവ് ചെയ്തത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിലാണ് വീണ്ടും CEO ഷുഹൈബ് ലൈവിലെത്തിയത്. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കെതിരെയും പരിഹാസമുണ്ടായിരുന്നു. കൂടുതൽ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുമെന്നും ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ നേരിടുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെയാണ് വിദ്യാഭ്യാസ മന്ത്രി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. രാജ്യദ്രോഹത്തിന് തുല്യമായ വെല്ലുവിളിയാണ് ചാനലിന്റേതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചോർത്തി വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വീണ്ടും പറയുന്ന ഈ പ്രതിസ്ഥാനത്ത് നിന്നിപ്പോൾ എല്ലാവരും പറയപ്പെടുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെല്ലുവിളിയൊക്കെ ഒരു രാജ്യദ്രോഹത്തിന് തുല്യമാണ്. ആ കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാണ്. സ്കൂൾ കലോത്സവങ്ങളിൽ അനാരോഗ്യകരമായ പ്രതിഷേധങ്ങൾ നടക്കുന്നത് കലോത്സവത്തിന്റെ അന്തസ്സിനെ ബാധിക്കുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ചിലയിടങ്ങളിൽ അധ്യാപകർ തന്നെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുവെന്നും മന്ത്രി വിമർശിച്ചു. ഇപ്പോൾ ഒരു പ്രവണത ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. റോഡിലിറങ്ങി നൃത്തം ചെയ്യുക, നാടകം കളിക്കുക റോഡിലിറങ്ങി. അതൊന്നും നമുക്ക് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു കാരണവശാലും അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. മാനുവലിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി പറ്റുള്ളൂ. അതിന് രക്ഷകർത്താക്കളും സഹകരിക്കണം, PT സഹകരിക്കണം, ഈ കലാ അധ്യാപകരുണ്ടല്ലോ പഠിപ്പിക്കുന്ന അവരും ഇതിൽ സഹകരിക്കേണ്ടതായിട്ടുണ്ട്. കലോത്സവം മാനുവൽ പിന്തുടരാൻ എല്ലാവരും തയ്യാറാകണമെന്നും അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ MS സൊല്യൂഷൻസ് ഉടമ സ്വാധീനിച്ചെന്നും ഭരണകൂടത്തിലെ ഉന്നതർ ഉൾപ്പെട്ട റാക്കറ്റാണ് ഇതെന്നും KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ്. ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരെക്കുറിച്ച് അന്വേഷണം നടത്തണം. വിദ്യാഭ്യാസ മന്ത്രി ഈ പണിക്ക് പറ്റാത്ത ആളാണ് എന്നും വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് എന്നും രാജിവെച്ച് പുറത്തു പോകണമെന്നും സൂരജ് പറഞ്ഞു. MS സൊല്യൂഷൻ്റെ ഒരു ചെറുപ്പക്കാരനായ മുതലാളിക്ക് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വ്യക്തമാക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ പാടയെ തകർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വൻ റാക്കറ്റാണ്. ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണവും അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരാജയമായിട്ടാണ് KSU ഇതിനെ കാണുന്നത്. ഈ പാപക്കറയിൽ നിന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ പിന്മാറാൻ കഴിയില്ല.
വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന് കണക്ക് നൽകിയെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. കണക്ക് ഔദ്യോഗികമായി ലഭിച്ചില്ലെന്ന് കേന്ദ്രം. ഹെലികോപ്റ്റർ വാടക ഇപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് വ്യോമസേനയോട് ഹൈക്കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ചിലവാക്കിയ തുകയും ബാക്കി എത്രയുണ്ടെന്നുള്ള വിശദമായ കണക്ക് കേന്ദ്രത്തിന് നൽകിയെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതു സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ പകർപ്പും സംസ്ഥാനം കോടതിയിൽ ഹാജരാക്കി. ഇതനുസരിച്ച് അടിയന്തര ആവശ്യങ്ങൾക്ക് എത്ര തുക നൽകാനാകുമെന്ന് അറിയിക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഔദ്യോഗികമായി കത്ത് ലഭിച്ചിട്ടില്ലെന്നാണ് കേന്ദ്രം മറുപടി പറഞ്ഞത്. നടപടിക്രമം പാലിച്ച് ഇന്ന് തന്നെ കേന്ദ്രത്തിന് കത്തയക്കുവാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ദുരന്ത സഹായത്തിന് 132.62 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് സംസ്ഥാനം അടയ്ക്കണമെന്ന് കേന്ദ്രം കത്ത് നൽകിയിരുന്നു. കേന്ദ്രം സമർപ്പിച്ച ബില്ലുകളിൽ 13 കോടി രൂപ മാത്രമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത സമയത്ത് ചെലവായത്. ബാക്കി തുക 8 വർഷം മുമ്പ് വരെ നടന്ന ദുരന്തങ്ങളിലെ സഹായധനം സംബന്ധിച്ചുള്ളതാണ്. കൂടാതെ മുൻപ് പ്രളയ ദുരന്തം നടന്ന സമയത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ വാടകയും കേന്ദ്ര സർക്കാർ തിരികെ ചോദിച്ചു. ഈ സമയത്ത് പഴയ കണക്കിലെ തുക തിരികെ നൽകുവാൻ ആവശ്യപ്പെടുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചു. ഇത് അത്ഭുതാവഹമായിരിക്കുന്നുവെന്നും കോടതി പരാമർശിച്ചു. ഇത്രയും കാലം ഇതൊന്നും ആവശ്യപ്പെടാതിരുന്നത് എന്താണെന്നും കേന്ദ്രത്തോട് കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ടവർക്ക് എത്രയും വേഗം ആശ്വാസമേകുവാൻ ഹൈക്കോടതി ആത്മാർത്ഥമായ പരിശ്രമം നടത്തുമ്പോഴും പരസ്പരം പഴിചാരി സഹായം പരമാവധി വൈകിപ്പിക്കുവാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കോടതിയിലെ കണക്ക് പറച്ചിൽ. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് പാതയോരങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യാൻ ഹൈക്കോടതി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ സമയം ഇന്ന് അവസാനിക്കുന്നു. ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള തലസ്ഥാന നഗരിയിൽ ദ്രുതഗതിയിൽ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യുകയാണ്. എങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും ഫ്ലെക്സുകൾ കാണാം. പാതയോരങ്ങളിലെ ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ചയാണ് നിലപാട് കടുപ്പിച്ചത്. നീക്കം ചെയ്യാത്ത പക്ഷം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് 5000 രൂപ നിരക്കിൽ പിഴ ഈടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി തദ്ദേശ വകുപ്പും ഉത്തരവിറക്കിയിരുന്നു. ഹൈക്കോടതി അനുവദിച്ച സമയപരിധി വ്യാഴാഴ്ച തീരുകയാണ്. യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ജില്ലകൾ തോറും ഫ്ലക്സുകളും ബാനറുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടക്കുന്നതും ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നതും തലസ്ഥാന നഗരിയിലാണ്. ഇവിടെ 10 ദിവസത്തിനിടെ 3700 ബോർഡുകളാണ് കോർപ്പറേഷൻ നീക്കം ചെയ്തത്. 15 ലക്ഷം രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് 24 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് നടയ്ക്ക് ചുറ്റുമുള്ള ബോർഡുകൾ അതിവേഗത്തിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടങ്ങളിൽ ഏറെക്കുറെ ബോർഡുകൾ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. സമാന രീതിയിൽ മറ്റു നഗരങ്ങളിലും നടപടി പുരോഗമിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ ചീഫ് സെക്രട്ടറിയും തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അറിയിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള വന നിയമ ഭേദഗതി കരട് ബില്ലിനെതിരെ ഇടുക്കിയിലെ മലയോര മേഖലകളിൽ പ്രതിഷേധം ശക്തമായി. നിയമ ഭേദഗതി അനുസരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലീസിനേക്കാൾ കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക. നവംബർ 1 കരട് വിജ്ഞാപനമിറക്കിയ 1961 കേരള വന നിയമ ഭേദഗതി ബിൽ നിയമസഭ അംഗീകരിച്ചാൽ ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. വിജ്ഞാപനത്തിലെ 27, 52, 63 വകുപ്പുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും കേസിൽ വനം വകുപ്പിന് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിലോ പരിശോധന നടത്തുന്നതിനോ DFOമാരാണ് വാറന്റ് അനുവദിക്കുന്നത്. എന്നാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതലുള്ളവർക്ക് കേസെടുക്കാനും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാനും അധികാരം നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി. വാറന്റില്ലാതെ വീട്, വാഹനങ്ങൾ എന്നിവ പരിശോധിക്കാം. വന്യജീവി ആക്രമണത്തിൽ ജീവഹാനിയുണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരാറുണ്ട്. വനത്തിന് പുറത്തുവെച്ചുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമായാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടത്. എന്നാൽ വനനിയമ ഭേദഗതി നിയമമായാൽ വനത്തിന് പുറത്തുവെച്ചും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേസെടുക്കാൻ അധികാരം ലഭിക്കും. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടിലും കാട്ടിലും ഒരുപോലെ എന്തും ചെയ്യുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുകയാണ്. അവരുടെ ജോലി എന്താണെന്നുള്ള പ്രശ്നം വരികയാണ്. വനങ്ങളും വന്യജീവികളെയും സംരക്ഷിക്കുന്ന ജോലിക്ക് അപ്പുറത്ത് സാധാരണക്കാരായ നാട്ടുകാരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്ന അമിത അധികാരം നൽകുന്ന ഈ നിയമം ഗുരുതരമായ പ്രത്യാഘാതങ്ങളും സംഘർഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നുള്ള സംശയമില്ലാതെ പിൻവലിക്കേണ്ടതാണ്. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇടുക്കി രൂപതയും ഇൻഫാം, കിഫ, അതിജീവന പോരാട്ടവേദി, ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകളും നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.
രോഗങ്ങളും ദുരന്തങ്ങളും തകർത്ത ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ഇടുക്കി പൂപ്പാറ മുള്ളൻതണ്ട് കൊച്ചിക്കാട്ടിൽ ചെല്ലപ്പനും ഭാര്യ പുഷ്പയുമാണ് ജീവനും ജീവിതവും തിരികെ പിടിക്കാൻ സഹായത്തിനായി കാത്തിരിക്കുന്നത്. കൂലിപ്പണിക്കാരനായ ചെല്ലപ്പൻ 8 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായി. ഏറെ നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ ഇടതുകാലിന്റെയും ഇടതുകൈയുടെയും ചലനശേഷി ഭാഗികമായി തിരിച്ചു കിട്ടിയെങ്കിലും ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഭാര്യ പുഷ്പ കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത്. 1 മാസം മുൻപ് പുഷ്പ തളർന്നു വീണു. പണമില്ലാത്തതിനാൽ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ കിടന്ന ഇവരെ ചില പൊതുപ്രവർത്തകർ ഇടപെട്ടാണ് ആദ്യം രാജകുമാരി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തേനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും എത്തിച്ചത്. ആ കുടുംബത്തിന് യാതൊരുവിധ ധനസഹായങ്ങളും ഇല്ല. മക്കളാണെങ്കിലും ഇല്ല, ആൺമക്കളാരും ഇല്ല സഹായിക്കാൻ. ഒരു മോള് മാത്രമേ ഉള്ളൂ. ഒരു മോള് മരണപ്പെട്ടതാണ് നേരത്തെ. തേനിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മധുരയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കഴുത്തിലെ അസ്ഥി തേയുന്ന അപൂർവ രോഗവും രക്തം കട്ടപിടിക്കുന്ന അസുഖവുമാണ് പുഷ്പയ്ക്കെന്ന് കണ്ടെത്തിയത്. ജീവൻ നിലനിർത്താൻ ഇടുപ്പിൽ നിന്നും അസ്ഥിയെടുത്ത് കഴുത്തിൽ വെച്ചുപിടിപ്പിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത തുക കൊണ്ട് ശസ്ത്രക്രിയ നടത്തി. 2 ആഴ്ച മുൻപ് പുഷ്പയെ വീട്ടിലെത്തിച്ചെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഭക്ഷണം കഴിക്കാനാവാത്തതിനാൽ ട്യൂബ് വഴി പാലും പഴച്ചാറും മാത്രം നൽകിയാണ് പുഷ്പയുടെ ജീവൻ നിലനിർത്തുന്നത്. മൊത്തം ഇതായി പോയിരുന്നു. ശേഷിയിലാണ്ടായി തളർന്നു പോയി. ഇവിടുത്തെ കംപ്ലീറ്റ് ശേഷിയിലൊക്കെ കാല് പൊങ്ങൂല, കൈ പൊങ്ങൂല. എനിക്കും പറ്റില്ല, എനിക്കൊരു കൈയും പറ്റില്ല, കാലും പറ്റില്ല. മൂത്ത മകൾ ദിവ്യയെ നേരത്തെ വിവാഹം ചെയ്തയച്ചു. ഇളയ മകൾ വിദ്യ 2 വർഷം മുമ്പ് തൃപ്പൂണിത്തറയിൽ ജോലിക്ക് പോയപ്പോൾ ട്രെയിൻ അപകടത്തിൽ മരിച്ചു. ഈ കുടുംബത്തിന്റെ ചികിത്സാ സഹായത്തിനായി പുഷ്പയുടെ പേരിൽ യൂണിയൻ ബാങ്ക് പൂപ്പാറ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. ശരണാമൃതം co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ ശബരിമലയിൽ പരമ്പരാഗത കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് ഇന്നു മുതൽ പ്രത്യേക സംവിധാനം. ശബരിമല ADM അരുൺ എസ് കുമാർ IAS ഭക്തർക്ക് എൻട്രി പാസ് നൽകി തുടക്കം കുറിച്ചു. കാനനപാത താണ്ടി പാസുമായി എത്തുന്ന ഭക്തർക്ക് ഇനി ക്യൂ നിൽക്കാതെ ദർശനം സാധ്യമാകും. ഓസ്ട്രേലിയ ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 3ാം ടെസ്റ്റ് സമനിലയിൽ. അവസാന ദിനം മഴ മൂലം മത്സരം തടസ്സപ്പെട്ടതോടെയാണ് സമനിലയിൽ കലാശിച്ചത്. 275 റൺസ് പിന്തുടർന്ന ഇന്ത്യ 8 റൺസ് എടുത്ത് നിൽക്കെയാണ് മഴ മൂലം കളി തടസ്സപ്പെട്ടത്. കളി തുടരാനുള്ള സാഹചര്യമില്ലെന്ന് അമ്പയർ അറിയിച്ചതോടെ ഇരു ക്യാപ്റ്റന്മാരും സമനില അംഗീകരിക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 152 റൺസും 2ാം ഇന്നിംഗ്സിൽ 17 റൺസും 1 വിക്കറ്റും നേടിയ ഓസീസിന്റെ ട്രാവിസ് ഹെഡാണ് കളിയിലെ താരം. 2 മത്സരങ്ങൾ ശേഷിക്കെ ഇരു ടീമുകളും ഇപ്പോൾ പരമ്പരയിൽ 1-1 ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പിനായുള്ള അവസാനവട്ട മിനുക്കുപണികൾ നടത്തി കുവൈറ്റ്. ഡിസംബർ 21 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ജാബർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന ചടങ്ങ്. തുടർന്ന് രാത്രി 8 മണിക്ക് കുവൈറ്റും ഒമാനും തമ്മിലുള്ള ഉദ്ഘാടന മത്സരവും നടക്കും. 2022 ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പ്, റിയോ 2016 ഒളിമ്പിക് ഗെയിംസ്, സോച്ചി 2014 വിന്റർ ഗെയിംസ് തുടങ്ങിയ പ്രധാന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രശസ്തമായ ബോൾട്ടിക് വണ്ടർ സ്റ്റുഡിയോയാണ് ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത്. ചടങ്ങിൽ ഉടനീളം വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന നിരവധി പ്രാദേശിക അന്തർദേശീയ കലാകാരന്മാരും പങ്കെടുക്കും. ഡിസംബർ 21 മുതൽ ജനുവരി 3 വരെയാണ് ടൂർണമെന്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയായിരിക്കുമെന്നും സൂചനയുണ്ട്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.